സിഇഒ ആയിട്ട് ഒരു മെറിറ്റും ഇല്ലാതെ മാനേജ്മെന്റ് നൂലിൽ കിട്ടി ഇറക്കിയ സിഇഒ ആണ് അഭിക് ചാറ്റർജി. അങ്ങേര് കൊണ്ടുവന്ന ആകെ ഒരു നല്ല സൈനിങ് എന്ന് പറയാൻ പറ്റുന്നത് അമേറിന്റെ പറയാണ്. ബാക്കി ടീമിൽ നടത്തിയ അപ്പോയിന്റ്മെന്റുകളെല്ലാം ഫ്ലോപ്പ് ആയിരുന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അമീർ അൻപാടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പുള്ളി അങ്ങ് വിട്ടിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല തുകയ്ക്ക് ഒഡീഷ എഫ് നിന്നും കൊണ്ടുവന്ന അമീർ അൻപാടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നതിന് മുമ്പേ തന്നെ ലോൺ അടിസ്ഥാനത്തിൽ അങ്ങ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് വിട്ടു. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് യൂണിറ്റ് സെറ്റ് ആയിട്ടാണല്ലോ ആളിനെ ലോണിൽ മോഹൻ ബഗാനിലേക്ക് വിട്ടത്. മോഹൻ ബഗാൻ വേണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ തിരിച്ചെടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് നമ്മുടെ നാട്ടിൽ. ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന സീസണിൽ അവരുടെ സ്കൂളിൽ കംപ്ലീറ്റ് റീഇൻഫോഴ്സ്മെന്റ് നടത്താൻ പോവുകയാണ്. അതുകൊണ്ട് അമീർ അൻപാടെ അവിടെ കണ്ടിന്യൂ ചെയ്യിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ലോൺ കാലാവധി എക്സ്പയർഡ് ആയതിനെ തുടർന്ന് അദ്ദേഹത്തിനെ തിരികെ ബ്ലാസ്റ്റേഴ്സിലേക്ക് നൽകാനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം അവിടെ നിലനിർത്താനായിരുന്നു അവരുടെ തീരുമാനം. ഏതായാലും അമീർ അൻപാടെ അവിടെ നിലനിർത്തേണ്ട എന്ന് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ തീരുമാനം. സോ അമീർ അൻപാടെ വരാൻ പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കിട്ടും. നമ്മൾ വാങ്ങിയ പ്ലെയർ ആണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടെങ്കിൽ മാത്രം നമ്മുടെ ടീമിൽ കളിക്കുന്ന ഒരു ദുരവസ്ഥ. എല്ലാം കൊണ്ടും ബ്ലാസ്റ്റേഴ്സ് പൊളിയാണ്.